ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും മോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ബാഗ് പാക്കിംഗ്. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം എഡിറ്റിംഗ് കുറച്ചായിരിക്കും ചെയ്യുക. കാരണം നമ്മൾ പെട്ടെന്ന് ഇടുന്ന വീഡിയോ എന്ന് തന്നെ എന്താ പറയുക, ഇപ്പോൾ രാത്രി സമയം കുറേ ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയമില്ല. സോ മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റിങ്ങിലും എല്ലാം ഇതുകൊണ്ടാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. ആൻഡ് ഓൾസോ ഗൈസ്, ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം എൻ്റെ ലെയർ അടിച്ച മുടിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ മുടി പിന്നിക്കൊണ്ട് പോകാനേ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ലെയർ അടിച്ചുകൊണ്ട് തന്നെ പിന്നുവാണെങ്കിൽ ഇങ്ങനെ ചാടി കിടക്കും മുടിയെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ യു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര വെച്ച് നമ്മൾ മുടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ എൻ്റെ കഴിഞ്ഞ വീടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര വേറെ ഹെയർ ഉണ്ടായിരുന്നുള്ളത്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ മോസ്റ്റ് പ്രത്യേകത. സോ നമുക്ക് എന്തായാലും ബാക്ക് പാക്കിങ്ങിലോട്ട് പോകാം. നമുക്ക് എന്തായാലും നമ്മുടെ ബാക്ക് പാക്കിങ്ങിലോട്ട് കിടക്കാം. എന്തായാലും ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ കണ്ടവരാണെങ്കിൽ നമ്മുടെ ബാഗിനെ പരിചയം ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ബാഗിൻ്റെ ഇതുപോലത്തെ ബാഡ്ജസും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് കളയുക എന്നുള്ളത്. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്റ്റിക്കർ കൂടെ ഉണ്ടോ എന്നായിരുന്നു. ചില ബാഗിലൊക്കെ സ്റ്റിക്കറും അതുപോലെ വാറണ്ടി കാർഡും ഒക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പാക്കിങ്ങിലോട്ട് നമ്മൾ കടക്കുന്നത് കേട്ടോ. ആയതുകൊണ്ട് തന്നെ നമുക്ക് റഫ് ബുക്കും ഡയറിയും മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. സോ ഞാൻ അത് രണ്ടുമാണ് ബുക്സായിട്ട് എടുത്ത് വെക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒറയിലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. ഈ ഒരു ഒറ നമുക്ക് താഴെ വരെ തുറക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്പേസിലായിരുന്നു റഫ് ബുക്കും ഡയറിയും വെച്ചത്. അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പൗച്ച് സെക്ഷനാണ്. നമ്മൾ ഏത് പൗച്ച് എടുക്കുമെന്ന് നോക്കി അവസാനം തീരുമാനിച്ച ഒരു പിൻട്രസ്റ്റ് പൗച്ചാണ് കേട്ടോ. നമ്മളിനി പൗച്ച് പാക്കിംഗ് ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അതുപോലെ ഒരു വൈറ്റ്നർ വെച്ച് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ഇതുപോലത്തെ ഒരു അടിപൊളി ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇതൊരു ഹൈലൈറ്റർ പെന്നാണ്. നോർമൽ ടൈപ്പ് ഹൈലൈറ്റർ അല്ല, പെൻ ടൈപ്പ് വരുന്നതാണ്. ശേഷം ഇതുപോലത്തെ ഒരു ക്യാപ്പിബാറേൻ്റെ ബുക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ജെൽ പെനാണ് വെച്ച് കൊടുക്കുന്നത്. സോ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ പൗച്ചിൽ എപ്പോഴും വേണം എന്നുള്ള ഹോൾ വീഡിയോ വേണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതായത് നമുക്കൊരു സ്കൂളിൽ പോകുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ പൗച്ചിൽ എപ്പോഴും കരുതണം എന്നുള്ളതിൻ്റെ ഒരു ഹോൾ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്കി നോട്ടും എടുത്തിട്ടുണ്ട്, ഒരു പെൻസിലും അതുപോലെ ഷാർപ്നർ, ഇറേസർ പ്ലസ് ഒരു സ്കെയിലുമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. സാധാരണ എപ്പോഴും പെൻസിൽ പാക്കൊക്കെ വാങ്ങുമ്പോൾ ഈ ഇറേസറും ഷാർപ്നറും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈപ്പായിരുന്നു വാങ്ങാറുള്ളത്. പ്രാവശ്യം ഞാൻ ഡോംസിൻ്റെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി റബ്ബർ അറ്റാച്ച്ഡ് വരുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഇറേസർ വാങ്ങേണ്ടി വന്നു. ആണ് കേട്ടോ നമ്മുടെ പൗച്ചിൻ്റെ ടോട്ടൽ ലുക്ക് നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം വരുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ചെറിയ സ്പേസ് വരുന്നുണ്ട്. അതിൽ ഞാനൊന്നും പ്രത്യേകിച്ച് വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പൗച്ച് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞാൻ ഫയലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. വീഡിയോ എന്താണെന്നല്ല ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിന് ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതെന്തോ സംഭവിച്ചിങ്ങനെ സ്റ്റക്ക് ആവുമായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്താലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന എഡിറ്റ്സ് ഒന്നും അതിൽ വരുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു സ്ക്രീൻ ഒന്ന് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോഴാണ് കിട്ടിയത്. ഇപ്പം ഞാൻ എൻ്റെ അസൈൻമെൻറ്റ്സ് ആണ് ഫയലിൽ വെച്ച് കൊടുക്കുന്നത്. ഞാൻ സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ ഇതാണ് കേട്ടോ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങിയത്. സോ ഞാൻ എൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയല്ല, മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അസൈൻമെൻറ്റ്സിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മോഡലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതുപോലെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് അസൈൻമെൻറ്റ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം മോഡലൊക്കെ ഉണ്ടാക്കാൻ വേറെ കുറേ ഐറ്റംസിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. സോ അതിനത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചാർട്ട് വർക്കും റൈറ്റിംഗ് സെക്ഷനും ഒക്കെ തന്നെയാണ് ചെയ്തത്. നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും എൻ്റെ കൂട്ടുകാരിയും ഞാനൂടെ ഇരുന്ന് കമ്പൈനായിട്ട് വീഡിയോ കോൾ ഇരുന്ന് ഞങ്ങൾ ഒരേ ടൈമിൽ ഒരേ സബ്ജക്റ്റ് ചെയ്ത് അങ്ങനെ തീർത്താണ് കേട്ടോ ഞങ്ങൾ 2 പേരുടെ. എനിക്ക് ഇത്രയും പോലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ബിക്കോസ് ഈ 2 ദിവസത്തിൻ്റെയൊക്കെ സ്പേസ് ഗ്യാപ്പിൽ നമ്മൾ ഇത്രയും ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ എളുപ്പമല്ല. ഞാൻ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ സോഷ്യൽ സയൻസ്, മാത്സ് ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സോഷ്യൽ സയൻസിനും ഇംഗ്ലീഷിനും ചാർട്ട് വർക്കും 2 ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ചാർട്ട് ഫയലിൻ്റെ ഉള്ളിൽ ചാർട്ട് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചാർട്ട് വെച്ചുകൊണ്ട് പോകേണ്ടി വന്നില്ല. ഞാൻ ഈ ഒരു ഫയലിലാണ് അസൈൻമെൻറ്റ് ബുക്കും വെച്ച് കൊടുത്തത്. കാരണം ഇംഗ്ലീഷ് ഒരു ബുക്കിലായിരുന്നു എഴുതേണ്ടത്. സോ ഞാൻ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഫയലിൽ തന്നെയാണ് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് ആ ബുക്കും ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മളിപ്രാവശ്യം മൊത്തം പിങ്ക് ആൻഡ് ബ്ലൂ തീം പിടിച്ചതുകൊണ്ട് നമുക്ക് ഫയലും പിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് അതും അതിന് മാച്ചിങ് ആയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇതാണ് ഞാൻ പറഞ്ഞ അസൈൻമെൻറ്റ് ബുക്ക്. അതും ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് 4 ലൈനിലായിരുന്നു എഴുതേണ്ടത്. സോ അതാണ് അത്രയും വലിയ ഇതിൽ വരുന്നത്. നമ്മുടെ ഫയലിൻ്റെ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയലും ഫ്രണ്ട് ഒറയിൽ തന്നെ വെച്ച് കൊടുക്കാം. അതും അങ്ങനെ വെൽ പാക്ഡ്. ശേഷം എൻ്റെ സ്പെക്സ് ആണ് കേട്ടോ. സ്പെക്സ് ഞാൻ ഈ കാണുന്ന പോലെ സെക്കൻഡ് ഒറയിലാണ് വെച്ച് കൊടുക്കുന്നത്.
പക്ഷേ അതിന് നെക്സ്റ്റ് ഒറയിൽ നമ്മൾക്ക് എപ്പോഴും ആവശ്യം വരാത്ത എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാൻ മറക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ പിൻസ്, അതുപോലെ ഹൈജീനിന് വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ സോപ്സ്, അങ്ങനത്തെയൊക്കെയാണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. ടോട്ടലി നമ്മുടെ ബാക്ക് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ കണ്ട് തന്നെ പ്രത്യേകിച്ച് വെയിറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ ബാഗിന്. ആൻഡ് ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഒറയിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ടോട്ടലി കണ്ടിട്ട് മൊത്തം ഒരു പിൻട്രസ്റ്റി ലുക്ക് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. സെക്കൻഡ് ഒറയിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. പിന്നെ തേർഡ് ഒറയിലാണ് നമ്മൾ സ്പെക്സും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. അതുപോലെ ഫോർത്തിൽ നമുക്ക് വേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത്. ഇത്രയാണ് കേട്ടോ നമ്മുടെ ബാക്ക് പാക്കിംഗ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് എന്ത് ടോപ്പിക് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒരു ബിഗ് സോറി ഞാൻ പറയുകയാണ്. നെക്സ്റ്റ് ഇതിൽ പോലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കേട്ടോ നമ്മുടെ ടിഫിൻ ബാഗ്. ഇതുമായിട്ട് ഒന്നുമേ സാമ്യമില്ലാത്തൊരു ബാഗാണ്. ഇത്രയും ചെയ്തതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ ബെഡിൽ കണ്ടത്. എല്ലാവർക്കും ബാക്ക് പാക്കിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണം. നെക്സ്റ്റ് വേണ്ട ടോപ്പിക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ കൊണ്ട് തന്നെ വലിയൊരു ഇത് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേസ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ടൈം എടുത്ത് തന്നെ സ്പീഡിൽ പോയത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കിതൊരു ഹോൾ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ബാഗിൻ്റെ ഹോൾ വീഡിയോ ആയിട്ട്. സോ നിങ്ങൾക്കിത് കണ്ടിട്ട് വലിയ ഇതായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാതെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി.